വെൽക്കം ടു ചാനൽ വീണാസ് പഹേലി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കിലും ആയാലും കുറച്ച് ലോങ് വീഡിയോസ് ഇടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബിഗ് ബോസിൻ്റെ ഒരു ഇതിട്ടപ്പോഴാണെങ്കിൽ കുറച്ച് എന്താ പറയുക കമ്പാരിറ്റീവ്ലി അത്യാവശ്യം വ്യൂവേഴ്സ് അത് കണ്ടു തോന്നുന്നു. ആക്ച്വലി അതിപ്പോൾ ഒരു ഹോട്ട് ചർച്ചാ വിഷയമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അതായത് ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തൊരു വിഷയത്തെ പറ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും ഏത് മീഡിയയിലായാലും നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിൻ്റെ പലതരമുള്ള കോൺട്രവേഴ്സീസ്. അപ്പോൾ പലരും രംഗത്ത് വന്ന് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ സത്യമായിട്ട് തോന്നുന്നുണ്ട്, അല്ലാത്തതും ഉണ്ട്. നമുക്ക് പ്രൂഫില്ല ഒന്നിനും. നമുക്ക് എന്താ പറയുക, നമുക്ക് അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അത് എത്ര സത്യമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് ഈ ഒരു കോൺട്രവേഴ്സി സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ ആക്ച്വലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിട്ട്. സിബിനെ കുറിച്ച്, വൈൽഡ് കാർഡിൻ്റെ എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ സിബിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പൊതുവെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് സിബിൻ. അപ്പോൾ അതുപോലെ തന്നെ ആള് പെട്ടെന്നാണ് ഒരു ഷോക്ക് പോലെയായിരുന്നു പുറത്ത് പോവാന്നുള്ളത് ആള് പറഞ്ഞതും. പക്ഷെ ആള് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ പോവാന്നും പറഞ്ഞു. പല എന്താ പറയുക മാനസികമായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് പോയത്. പക്ഷെ അതിൻ്റെ അടുത്ത ദിവസത്തിൽ തന്നെ ആളുടെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ലൈവിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാനായിട്ടല്ല ഞാൻ പുറത്ത് പോയി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, എനിക്കൊരു ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ക്വിറ്റായത്, എന്നെ പുറത്താക്കിയതാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽമാരാർ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ആൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യാനുള്ള പ്രൂഫും ഇല്ല. അപ്പോൾ അങ്ങനെ ആൾ ആക്ച്വലി എന്താ പറയുക സൗണ്ട് ഉയർത്തിയത് സിബിനെ പുറത്താക്കി എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിച്ചാണ് ആൾ തുടങ്ങിയത്. അപ്പോൾ പല കാര്യങ്ങളും ആൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും സിബിനെ അങ്ങനെ എന്താ പറയുക അവരുടെ സമ്മതത്തോടെ അല്ലാണ്ട് ക്രൂ ആയിട്ട്, അതായത് ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പലരുമാണ് അതിൻ്റെ അവരെ പുറത്താക്കിയെന്നുണ്ടെങ്കിൽ വളരെ മോശമായി പോയി എന്നാണ് ഞാൻ പറയും. കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, നല്ലൊരു പ്ലെയറാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല വീഡിയോയിലും, അവിടെ നിൽക്കേണ്ട ഒരു പ്ലെയറാണ്. അപ്പോൾ ഭയങ്കര മോശമായി പോയി അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് പുറത്താക്കിയത്. ഇപ്പം അതിൻ്റെ പിന്നിൽ എന്ത് റീസൺ ആണെങ്കിലും ശരി, അത് ശരിയായില്ല. അപ്പം അവർ സ്വയം പോവുകയാണെങ്കിൽ ഓക്കെ, അതിൽ നമുക്ക് ഒന്നും പറയാനില്ല, അത് അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനമാണ്. പക്ഷേ ഇത് ഭയങ്കര മോശമായിട്ട് പറയും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഞാൻ പോകുന്നതും അതിനെക്കുറിച്ച് തന്നെ. സിബിൻ അതായത് അവനെ പുറത്താക്കിയതിനെ കുറിച്ചും ഗബ്രി ഇന്നലെ ഔട്ടായി, അപ്പോൾ അതിനെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗബ്രിയെ കുറിച്ച് സംസാരിക്കാം. ഗബ്രി എനിക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നിയിരുന്നു. കാരണം അവൻ ഭയങ്കര ഷാർപ്പാണ്. ഇപ്പോൾ ഗെയിം കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവന് അവൻ്റെതായ ഒരു മുൻധാരണയുണ്ട്, ഇന്നതുപോലെ പോവും, അപ്പോൾ ഞാൻ ഇങ്ങനെ കളിക്കാം എന്നുള്ളത്. അപ്പോൾ അതുപോലെ ടീമായിട്ട് കളി വന്നാൽ അവൻ്റെ കറക്റ്റ് സ്റ്റാൻഡും അതേപോലെ എങ്ങനെയാണ് കളിക്കേണ്ട പ്ലാനിങ്ങും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും നല്ലൊരു ഗെയിമറാണ്. നന്നായി ടാസ്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ വീട്ടിലെ ബിഗ് ബോസ് ഹൗസിലെ ജോലികളായാലും എല്ലാത്തിലും ചെയ്യാറുണ്ട്. പക്ഷേ അവന് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ പ്ലെയർ അവൻ ചെയ്തത് ഒരു തെറ്റ് പോലെയാണ്. ഇബ്രീ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ അവൻ്റെ ഒരു മിസ്റ്റേക്ക് ആവാൻ പറ്റിയത് സൗഹൃദം കുറച്ചധികം കൂടിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കുറേ എന്താ പറയുക ചേഷ്ടകളും കാര്യങ്ങളൊന്നും ആക്ച്വലി പുറത്തേക്ക് പോയത് അത്ര നല്ല ഒരു ഇതിലല്ല. പിന്നെ തന്നെയല്ല കൂടിയുള്ള ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താ പറയുക നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകരുതായിരുന്നു. അവരിപ്പോൾ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സുഹൃത്ത് വേറെ, ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ, രണ്ട് തന്നെയാണ്. ഇപ്പൊ സുഹൃത്തിന് ലവറായി മാറാം, ഓക്കെ, ലവറിന് ഒരു നല്ല സുഹൃത്താവാം. പക്ഷെ രണ്ടറ്റത്തുള്ള സംഭവങ്ങളാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചേഞ്ച് ആവാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു എന്താ പറയുക ഭംഗിയുണ്ട്. ആ റിലേഷന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. ലവറാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്താ പറയുക, അവര് എടുത്തൊരു സ്ട്രാറ്റജി ശരിയായില്ല എന്ന് ഞാൻ പറയും. ഡ്രാമയാണോ എന്താണോന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വളരെ എന്താ പറയുക രസകരമായിട്ട് തോന്നില്ല. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം എല്ലാവരും അഭിപ്രായം അങ്ങനെയാണ്. പിന്നെ ഇനി നമുക്കതിൽ മറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പറയാം ഇൻഡിവിജ്വലി, ഓക്കെ, ഇൻഡിവിജ്വലി അവരുടെ തീരുമാനമാണ്, നമുക്കതിൽ അൾട്ടിമേറ്റ്ലി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആസ് എ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഫെയർ അല്ല. അപ്പം മേ ബി അതുകൊണ്ടും കൂടി ആയിരിക്കാം, അതൊരു കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പോയതിൻ്റെ ഒരു റീസൺ അതും കൂടിയാണ്. കാരണം അവർ ഗ്രൂപ്പ് പ്ലേ എന്തായാലും കളിക്കും. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ എന്തായാലും ഗ്രൂപ്പ് പ്ലേ കളിക്കും. പിന്നെ ഗബ്രീനെ 50 ദിവസം അവിടെ നിർത്തിയത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, അപ്പോൾ ബിഗ് ബോസിൽ പല സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം ഗബ്രി ജാസ്മിൻ അവിടെ ഒരു കോംബോ നിർത്തിയാലാണ് അത് മുന്നോട്ട് എപ്പിസോഡ്സ് ആയിട്ട് പോവത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ സിബിൻ്റെ ഒരു കേസ് ഇങ്ങനെ തുറന്നടിച്ച് എല്ലാവരും സംസാരിച്ചപ്പോൾ അത് ഗബ്രീനെ എനിക്ക് തോന്നുന്നു അവരെ പിന്നാമ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് അതൊരു എന്താ പറയുക, അതൊരു ഇമേജ് മാറും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് അതൊരു സെക്കൻഡ് പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഗബ്രി പോയതും. അല്ലെങ്കിൽ ആക്ച്വലി ഗബ്രി പോവും 100 ദിവസം ഗബ്രി ഇവിടെ നിൽക്കില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് പോയതിൻ്റെ റീസൺ ഇതാണ്, ഈ കോൺട്രവേഴ്സി വന്നതിൻ്റെ ഒരു ഇതാണെന്ന് എനിക്ക് എന്തായാലും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് അത് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. തോന്നുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക, പറയാം. അപ്പോൾ ഗബ്രി പോയി. നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് ജാസ്മിൻ്റെ എനിക്ക് ഡ്രാമ എന്ന് തന്നെ പറയാൻ ഇഷ്ടം ഇതുകളൊക്കെ കണ്ടു. കാരണം അതങ്ങനെയാണ്, എന്താ പറയുക, ഒരാളെ ചതിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര ഫെയർ. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. എനിക്ക് കൂടുതൽ ഇപ്പോൾ അവരെ കുറിച്ച് അറിയില്ല. പക്ഷേ നേരെ ഒരു കേൾക്കുന്ന ഒരു വ്യക്തിയുള്ള നിലയ്ക്ക് പേഴ്സണലി നമുക്കറിയില്ല കേട്ടോ. എന്നാലും നിലയ്ക്ക് അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇനി മേ ബി അവർ പുറത്തു വന്ന് ഒരുമിച്ച് ജീവിച്ചേക്കാം, എന്തോ അത് അവരുടെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക, നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അധികം ഫേവറിസം ഉണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക, അവർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ ചതിക്കാന്നുള്ളൊരു പോയിന്റൊക്കെ അവരെ പല കളികളിലും പല ഇതിലും സംസാരങ്ങളിലും ഉണ്ടായിരുന്നു. കോമൺ ആയിട്ട് അവർ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ലായിരുന്നു പ്ലേ. അതുകൊണ്ട് തന്നെയായിരിക്കും അവരെ പൊളിച്ചതും. അപ്പോൾ അവർ സ്പ്ലിറ്റായി പോയി. ഇനി നമുക്ക് ജാസ്മിൻ്റെ കളികൾ കാണാം എങ്ങനെയാന്നുള്ളത്. സിബിൻ പറഞ്ഞ പോലെ ജാസ്മിൻ അവിടെ നിന്നാൽ, അല്ല ഗബ്രി പോയാൽ ജാസ്മിൻ നിന്ന് കളിക്കും എന്നുള്ള ഒരു എന്താ പറയുക ഇത് തന്നെയായിരിക്കും സംഭവിക്കാന്ന്. അവള് നിന്ന് എന്തായാലും കളിക്കും, ഉറപ്പാ. പക്ഷെ തിരിച്ചത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവരെന്തായാലും ഡൗൺ ആയിരിക്കും, കളിക്കുമായിരിക്കും, പക്ഷെ ഡൗൺ ആയിരിക്കും. പക്ഷെ ഇവളങ്ങനെയല്ല, അവളത് വിട്ടു പോരും. കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ എത്ര പേരെ എന്താ പറയുക, പലരെയും പറഞ്ഞ് പറ്റിച്ചിട്ട് വന്ന ആൾക്ക് ഇവിടെ നിൽക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മേ ബി അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ട്കം നമുക്ക് ഇപ്പോൾ ഒരു പിക്ചർ എന്താ പറയുക കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. മറിച്ചാണെങ്കിൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ പ്ലെയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണുന്നതില്ല, നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്നാലും ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും പലരും അഭിപ്രായങ്ങൾ അങ്ങനെ പറയുന്നത്. ജാസ്മിനെ മിക്കവരും അങ്ങനെ ഫേവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് എ യൂട്യൂബർ എന്ന നിലയ്ക്ക് കുറച്ച് പേര് ഫാൻസ് ഉണ്ടാവും. അവർ മാത്രമായിരിക്കും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇവരെ ഇതിൽ നിന്ന് എന്താ പറയുക അങ്ങനെ ഒരു ഇത്ര വലിയ യൂട്യൂബർ എന്നുള്ളൊരു നല്ല പ്ലാറ്റ്ഫോം എന്നാണ് നമുക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അവർ ആ രീതിയിൽ കാണുമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോളോവേഴ്സ് അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ജാസ്മിനെ കുറിച്ച് കിട്ടിയ ഒരു പിക്ചർ വെച്ച് നോക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും അവിടെ എന്താ പറയുക, സിബിൻ അല്ലാണ്ട് ഇപ്പോൾ അവിടെയുള്ള പ്ലെയറിൽ ബിഗ് ബോസ് കപ്പ് കിട്ടാവുന്ന അത്ര കാലിബറുള്ള ആൾക്കാരില്ലെങ്കിൽ പോലും ജാസ്മിനയിൽ നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ചതി സിബിൻ്റെ മേൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അവിടെ സംഭവിക്കാം. അപ്പം എനിക്ക് പലപ്പോഴും ജാസ്മിൻ്റെ കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ജാസ്മിന് കിട്ടണ പോലെ എനിക്ക് ഉള്ളുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് പല പൊതുവെ നമുക്ക് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഫേവറിസം നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്തു വന്നപ്പോൾ നമുക്ക് ആ ഫീല് ശരിയാന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താണ്. അപ്പോൾ ജാസ്മിൻ എന്താ പറയുക, അങ്ങനെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ജാസ്മിൻ വിന്നർ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും അങ്ങനത്തെ പ്ലേയേഴ്സിനെ അവർ നിർത്തുമായിരിക്കും. ഞാൻ വേറെ രീതിയിലല്ല കേട്ടോ പറയുന്നത്. പക്ഷേ എന്തോ എന്താ പറയുക, ജാസ്മിന് സപ്പോർട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആസ് എ ഫീലാണ് എനിക്ക് പറയുന്നത് കേട്ടോ. എനിക്ക് പല സംസാരങ്ങളിലും എനിക്കാണ് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജാസ്മിൻ എന്ന ഗെയിമർ അല്ലെങ്കിൽ പൊതുവെ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു ഒരാളെ ജനങ്ങൾ വോട്ട് ചെയ്ത് അവിടെ നിർത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. അവൾ പണ്ടേ പുറത്ത് പോരേണ്ടതാണ്. അപ്പോൾ അവൾ നിർത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും എന്താ പറയുക കളികളുണ്ടായിരിക്കാം. പ്രേക്ഷകരെ വോട്ടായിട്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. മറിച്ചായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടതില്ല. പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് എന്ന് തോന്നിപ്പോവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ജാസ്മിൻ കളിക്കട്ടെ. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കുറേ വീഡിയോസൊക്കെ ഇന്നലെ കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സിനിമാറ്റിക് ഫീൽ ഉണ്ട്. എന്താ പറയുക, സ്ക്രീനിൻ്റെ മുന്നിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവർ കളി കാണുമ്പോൾ നമുക്ക് അവളെ കളിക്കുന്ന കാണുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. മേ ബി അവൾ പേഴ്സണലി അവരുടെ കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാം. അവർക്ക് പുറത്തു വന്ന് ജീവിക്കണമെങ്കിൽ ജീവിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്തായാലും ഒരാളെ തേച്ചൊട്ടിച്ചിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് എത്ര ശരിയാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം. പിന്നെ ഓരോരുത്തർ പേഴ്സണൽ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ കാര്യങ്ങളാണ്. അപ്പം അവിടേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇപ്പോഴും സമൂഹത്തിൽ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത് അഖിൽമാരാർ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പുറത്ത് സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇവരെ ജബ്രി എന്ത് മെസ്സേജ് കൊടുക്കണം, ഒരു മെസ്സേജും കൊടുക്കുന്നില്ല. അപ്പോൾ ഇനിയും നല്ല ബിഗ് ബോസിലല്ലാത്ത കണ്ടസ്റ്റൻസ് എന്തെങ്കിലും ഒരു ഇനിയിപ്പോൾ ഗബ്രി പോയാലും ജാസ്മിൻ ഇനി കണ്ടന്റ് ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ എന്തെങ്കിലും നല്ല ഒരുപാട് അല്ലാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ശ്രീരേഖ ചേച്ചി ആളുകൾ ചെയ്യുന്ന ആക്റ്റുകൾ, അതുപോലെ അല്ലാത്ത കുറച്ച് ഫൺ എലമെന്റ് കഴിഞ്ഞ വീക്കിൽ ഒന്ന് കണ്ടിരുന്നു. അപ്പം അത് സായി പവർ ഹൗസിൽ വന്നപ്പോൾ നല്ലൊരു റിഫ്രഷ്മെന്റ് ഉണ്ടായിരുന്നു. കുറച്ച് നല്ല എന്റർടൈൻമെന്റ് ഒക്കെ തോന്നിയിരുന്നു കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ അത് നന്നായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന വീക്കുകളിലും പോട്ടെ. പിന്നെ ഇനി ജബ്രി എന്താ പറയുക ആക്റ്റുകൾ ഇനി കാണണ്ടല്ലോ, അതൊരു സമാധാനം. നല്ല നല്ല എന്താ പറയുക പ്ലെയേഴ്സ് മുന്നോട്ട് വരട്ടെ, അല്ലാത്തവരൊക്കെ പുറത്ത് പോട്ടെ. നല്ല പ്ലെയറുകൾ വന്ന് നല്ല എന്താ പറയുക നമുക്ക് ഓഡിയൻസിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വിന്നറാവട്ടെ. അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ആഗ്രഹം. അതുപോലെ തന്നെ എന്താ പറയുക അഴിമതിയില്ലാത്ത ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഉണ്ടാവില്ല, ഒരു മേഖല ഉണ്ടാവില്ല. എല്ലാ മേഖലയിലും ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് ഫേവറായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നല്ലൊരു രീതിയിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷമില്ലാത്ത രീതിയിൽ നല്ലൊരു ഇതായിട്ട് പുറത്തേക്ക് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് എത്താൻ പറ്റാത്ത അത്ര എന്താ പറയുക കോൺട്രവേഴ്സീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാനൊന്നും പോകില്ല. പക്ഷേ ആസ് എ ചെറിയൊരു വ്യൂവർ എനിക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് നന്നായി പോട്ടെ. അപ്പോൾ
അപ്പം എന്താ പറയുക, നമ്മുടെ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി നല്ല വൈൽഡ് കാർഡ്സ് വരുന്നുണ്ടെങ്കിൽ നല്ല വൈൽഡ് കാർഡ്സ് ഇനി വരട്ടെ. സിബിന് ഇനി ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സിബിൻ തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. സിബിൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.